ഇതുവരെയുള്ള വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും പരിശോധിക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല. പ്രതിയായ CPM നേതാവിന് ഭരണതലത്തിൽ സ്വാധീനമെന്ന ഗുരുതരാരോപണം. വസ്തുതകൾ പുറത്തുവരാൻ കേന്ദ്ര ഏജൻസി വേണമെന്ന് രമേശ് ചെന്നിത്തല. പത്തനംതിട്ടയിലെ CPIM കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നുവെന്ന് KK രമ MLA. തൃശൂർ നാട്ടികയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ലോറി ഓടിച്ചത് ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ. ലോറി ഡ്രൈവറും ക്ലീനറും മദ്യലഹരിയിലെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ഇരുവരും കസ്റ്റഡിയിൽ. നിയന്ത്രണം വിട്ട തടിലോറി പാഞ്ഞുകയറി മരിച്ചത്. റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികൾ. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരം. വാഹനം നിർത്താതെ പോകുന്ന CCTV ദൃശ്യങ്ങൾ 24. തൃശൂർ നാട്ടിക അപകടത്തിൽ മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുത്തതായ മന്ത്രി K രാജൻ. ലോറി ക്ലീനറും ഡ്രൈവറും മദ്യപിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബത്തെ സഹായിക്കാനുള്ള നടപടി ഉണ്ടാകും. കേസിൽ പഴുതടച്ച് അന്വേഷണം നടത്തുമെന്നും K രാജൻ. നാട്ടികയിലെ അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കടുത്ത നടപടിയുമായി ഗതാഗത വകുപ്പ്. ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കാൻ തീരുമാനം. അപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. മഹാരാഷ്ട്രയിൽ BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായേക്കും. ശിവസേന തീരുമാനം അംഗീകരിച്ചതായി സൂചന. ഷിൻഡെ വിഭാഗത്തിന് കൂടുതൽ മന്ത്രിസ്ഥാനം നൽകും. ചർച്ചകൾക്കായി അമിത്ഷാ മുംബൈയിലേക്ക്. കാലാവധി അവസാനിച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഏക്നാഥ് ഷിൻഡെ ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറി. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ചേർന്ന പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. BJP കോൺഗ്രസ് അംഗങ്ങൾ ഏറ്റുമുട്ടി. നഗരസഭാ അധ്യക്ഷയ്ക്ക് നേരെ പ്രതിഷേധിച്ച UDF അംഗങ്ങളെ തടഞ്ഞ N ശിവരാജന്റെ നേതൃത്വത്തിൽ BJP പ്രതിനിധികൾ. തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് ചോർന്നെന്ന് UDF. BJPയിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് KP മധു പാർട്ടി വിട്ടു. സംസ്ഥാന നേതൃത്വം അവഗണിച്ചെന്ന ആരോപണം. പാലക്കാട്ടെ തോൽവിയിൽ നടപടി വേണമെന്ന BJP നേതൃയോഗത്തിൽ ആവശ്യം. വിഭാഗീയത രൂക്ഷമായ BJPയിൽ നേതൃമാറ്റത്തിന് മുറവിളി. ശോഭാ സുരേന്ദ്രന് വേണ്ടി കൃഷ്ണദാസ് പക്ഷം. അധ്യക്ഷ പദവി ലക്ഷ്യമിട്ട് V മുരളീധരനും. മാധ്യമങ്ങളോട് ക്ഷോഭിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. V മുരളീധരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നത് ചവറ് വാർത്തയാണ്. മാധ്യമങ്ങൾ നിരാശരാകേണ്ടി വരും. BJPക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും K സുരേന്ദ്രൻ. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ പിന്തുണച്ച് PC ജോർജ്. K സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട. BJP നേതാക്കൾക്കിടയിൽ പ്രശ്നങ്ങളില്ല. പാലക്കാട് നഗരസഭയ്ക്ക് അകത്താണ് പ്രശ്നങ്ങളെന്നും PC ജോർജ്. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്കെതിരായ +2 കോഴക്കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. വിജിലൻസ് കേസ് റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. ED നൽകിയ ഹർജിയും തള്ളി. വയനാട് കൊള്ളിമൂല ആദിവാസി ഭൂപ്രശ്നത്തിൽ കുടിയൊഴിപ്പിക്കലിന് നേതൃത്വം നൽകിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ നടപടി. ബാവലി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ T കൃഷ്ണന് സസ്പെൻഷൻ. പകരം സംവിധാനമൊരുക്കാതെ കുടിൽ പൊളിച്ചതിൽ പ്രതിഷേധം ശക്തം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി ആരോടും ആലോചിക്കാതെയെന്ന് മന്ത്രി OR കേളു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന് കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഡൽഹിയിലെത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. പുനരധിവാസം നീട്ടിക്കൊണ്ട് പോകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം. തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് 72 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. വിവിധ സംസ്ഥാനങ്ങൾക്കായി 1115 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിൽ പൊരുത്തക്കേടെന്ന് ഓൺലൈൻ മാധ്യമം ദ വയറിന്റെ റിപ്പോർട്ട്. പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പോൾ ചെയ്തതിനേക്കാൾ 5 ലക്ഷം വോട്ടുകൾ കൂടുതൽ എണ്ണിയെന്നും ദ വയർ റിപ്പോർട്ട് ചെയ്തു. ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെതിരെ വിമർശനവുമായി EP ജയരാജൻ. പ്രസാധകർ പാലിക്കേണ്ട മാന്യത DC ബുക്സ് പാലിച്ചില്ല. വിവാദങ്ങൾ ആസൂത്രിതമാണ്. പാർട്ടിക്കുള്ളിലും പുറത്തും തന്നെ ആക്രമിക്കുകയാണ് ലക്ഷ്യമെന്നും EP ജയരാജൻ. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പാർട്ടിക്ക് EP ജയരാജന് വിശ്വാസമാണ്. വിവാദം പാർട്ടി അന്വേഷിക്കില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു.
നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ബി.ജെ.പി കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. കൗൺസിലർമാർ നിലപാട് വ്യക്തമാക്കിയാൽ അവരെ പാർട്ടിയിലെത്തിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയിലേക്ക് കൂടുതൽ പേർ കോൺഗ്രസിലെത്തുമെന്നും എ തങ്കപ്പൻ. ഓരോ പൗരന്റെയും അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75ാം വാർഷിക ദിനത്തിൽ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ഭരണഘടനയുടെ സംസ്കൃത പതിപ്പും 75 രൂപ നാണയവും തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. ഭരണഘടനാ ദിനാഘോഷ ചടങ്ങുകളിൽ വിമർശനവുമായി LDF MP പി സന്തോഷ് കുമാർ. വ്യക്തിപൂജയും വ്യക്തികേന്ദ്രീകൃതവുമായിരുന്നു ചടങ്ങുകൾ. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ മതേതരത്വവും സോഷ്യലിസവും പരാമർശിച്ചതേയില്ല. ഭരണഘടനയുടെ പഴയ ആമുഖമാണ് രാഷ്ട്രപതി വായിച്ചതെന്നും പി സന്തോഷ് കുമാർ പറഞ്ഞു. മണിപ്പൂർ സംഘർഷത്തിൽ പൗരന്മാരുടെ ഫോൺ രേഖകൾ സൂക്ഷിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം. അടുത്ത 5 വർഷത്തേക്ക് ഇത് സൂക്ഷിക്കണമെന്നാണ് ടെലികോം ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്ത് കുറുവ മോഷണ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം നിലച്ചു. സംഘത്തിൽ ഉൾപ്പെട്ട സന്തോഷ് സെൽവത്തെ മാത്രമാണ് ഇതുവരെ പിടികൂടാനായത്. എറണാകുളം പറവൂരിലെ മോഷണ ശ്രമങ്ങൾക്ക് പിന്നിൽ ആരെന്നും കണ്ടെത്താനായില്ല. മുനമ്പം വിഷയത്തിൽ പരാതിയുമായി ആരും എത്തിയിട്ടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പരാതി ലഭിച്ചാൽ പരിശോധിക്കും. വയനാട്ടിൽ ആദിവാസി വിഭാഗത്തെ ഒഴിപ്പിച്ച നടപടിയെക്കുറിച്ച് തനിക്ക് അറിയില്ല. കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ഗവർണർ. പമ്പയിലും സന്നിധാനത്തും തീർത്ഥാടകരിൽ നിന്ന് അമിതവില ഈടാക്കുന്ന കടകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർക്കാണ് നിർദ്ദേശം. നിശ്ചിത ഇടവേളകളിൽ പരിശോധന നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. ശബരിമല സന്നിധാനത്തും സോപാനത്തിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. എക്സിക്യൂട്ടീവ് ഓഫീസറോട് കോടതി റിപ്പോർട്ട് തേടി. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. തൃശൂർ മുണ്ടൂരിൽ സ്കൂൾ ബസ് ലോറിക്ക് പിന്നിലിടിച്ച അപകടം. ബസ് ഇടിച്ചതിന് പിന്നാലെ ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ലോറി ഡ്രൈവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. പാലക്കാട് 1ാം സ്ഥാനത്ത് എത്തുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. വയനാട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം കുറഞ്ഞെന്ന ആക്ഷേപം പാർട്ടി വിലയിരുത്തിയിട്ടില്ലെന്നും PK ശ്രീമതി. ഹൈക്കോടതി റദ്ദാക്കിയ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഉൾപ്പെട്ട യുവതിക്ക് വീണ്ടും മർദ്ദനമേറ്റ സംഭവത്തിൽ ഭർത്താവിനെതിരെ കേസ്. യുവതിയുടെ പരാതിയിലാണ് രാഹുൽ P. ഗോപാലിനെതിരെ കേസെടുത്തത്. രാഹുലിനെ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ പൂരം കലക്കലിൽ പോലീസിനെതിരെ തിരുവമ്പാടി ദേവസ്വം. പൂരം കലക്കിയത് പോലീസെന്ന് ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ വിമർശനം. പോലീസിന്റെ ഇടപെടലും വീഴ്ചകളും എണ്ണി പറയുന്നതാണ് സത്യവാങ്മൂലം. ബംഗ്ലാദേശിൽ അറസ്റ്റിലായ ഇസ്കോൺ മേധാവി ചിന്മോയ് പ്രഭുവിന് ജാമ്യം നിഷേധിച്ചു. ബംഗ്ലാദേശ് കോടതിയാണ് ജാമ്യം തള്ളിയത്. ഇന്നലെ ധാക്ക വിമാനത്താവളത്തിൽ വെച്ചാണ് ചിന്മോയ് പ്രഭുവിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യദ്രോഹം അടക്കമുള്ള കേസുകൾ ചുമത്തിയാണ് അറസ്റ്റ്. ബംഗളൂരുവിൽ സർവീസ് അപ്പാർട്ട്മെന്റിൽ യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തി. അസം സ്വദേശി മായ ഗൊഗോയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മലയാളിയായ യുവാവിനായി തെരച്ചിൽ തുടങ്ങി. തിരികെ 100 ന്യൂസിലേക്കാണ് നോക്കാം. കേരളത്തിലെ പ്രധാന വാർത്തകൾ. മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. കുറ്റ്യാർവാലി എസ്റ്റേറ്റ് റോഡിൽ കടുവയുടെ ആക്രമണത്തിൽ പശു ചത്തു. പ്രദേശത്ത് സ്ഥിരമായ കടുവാ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയും. പത്തനംതിട്ട സീതത്തോട് ഊരാപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പരിഭ്രാന്തി സൃഷ്ടിച്ച് കാട്ടാനകൾ. വാഹനങ്ങൾക്ക് നേരെയും കാട്ടാനകൾ പാഞ്ഞെടുത്തു. കോഴിക്കോട് ബേപ്പൂരിൽ മീൻപിടുത്ത ബോട്ടിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് റാസിഖാണ് മരിച്ചത്. മലപ്പുറം ചെട്ടി നിക്ഷേപ തട്ടിപ്പിൽ സ്ഥാപനത്തിലെ ജീവനക്കാരും പണം നഷ്ടമായവരും സമരത്തിലേക്ക്. നാളെ എടക്കരയിൽ സമരം സംഘടിപ്പിക്കും. സ്ഥാപനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ രേഖകളും പണവും പിടിച്ചെടുത്തു. പത്തനംതിട്ട കോന്നി മലശ്ശേരി ബുക്കിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് കയറിയ അപകടം. ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. ഇടുക്കിയിൽ വീണ്ടും അപകടയാത്ര. വാഗമൺ പുള്ളിക്കാനം റോഡിലാണ് വിനോദസഞ്ചാരികൾ കാറിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ മാസം 24-നാണ് യുവതി മുറിയെടുത്തത്. യുവതിക്കൊപ്പം ഉണ്ടായത് യുവാവിനെ കാണാനില്ല. ഇടുക്കി ഏലപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് പുറത്തേക്ക് വീണ സ്ത്രീ മരിച്ചു. ഉപ്പുതറ ചിന്തലാർ സ്വദേശി സ്വർണ്ണമ്മയാണ് മരിച്ചത്.
കണ്ണൂർ ആലക്കോട് കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം, 4 വാഹനങ്ങൾ കത്തിനശിച്ചു. പരിക്കേറ്റ വർക്ക്ഷോപ്പ് ഉടമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമേരിക്കയിലെ മാധ്യമപ്രവർത്തകരുടെ കേന്ദ്ര സംഘടനയായ ഇന്ത്യ പ്രസ് ക്ലബിന്റെ നിയുക്ത പ്രസിഡന്റായി രാജു പള്ളത്തിനെ തെരഞ്ഞെടുത്തു. ഏഷ്യാനെറ്റിന്റെ US വീക്ക്ലി റൗണ്ടപ്പ് പ്രൊഡ്യൂസറായ രാജു പള്ളം ഇന്ത്യ പ്രസ് ക്ലബിന്റെ മുൻ നാഷണൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം വളാഞ്ചേരിയിൽ 50 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. വളാഞ്ചേരി സ്വദേശികളായ നാസർ, മുഹമ്മദ് അലി എന്നിവരെ അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് 3.5 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. മലപ്പുറം തിരൂർ കൂട്ടായിൽ വാഹനാപകടം, നിയന്ത്രണം വിട്ട കാർ 3 വാഹനങ്ങൾ ഇടിച്ചു. പരിക്കേറ്റവരെ തിരൂരിലെ ഇമ്പിച്ചിബാവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ അരിമ്പൂർ ഹൈസ്കൂളിലെ 1985 ബാച്ച് SLC വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. സ്മൃതി മധുരം എന്ന് പേരിട്ട ആഘോഷ ദിനം വിദ്യാർത്ഥികളും 11 അധ്യാപകരും ചേർന്ന് തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നാരായണൻ അധ്യക്ഷനായി. ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. കണ്ണൂർ കളക്ടറേറ്റിൽ ചൊവ്വാഴ്ച നടത്താനിരുന്ന പയ്യന്നൂർ, തളിപ്പറമ്പ് താലൂക്കുകളിലെ ദേവസ്വം പട്ടയങ്ങളുടെ വിചാരണ മാറ്റിവെച്ചു. ഡിസംബർ 17 വിചാരണ നടക്കും. പത്തനംതിട്ട പുല്ലാട് കാരുണ്യ ഹെൽത്ത് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും. മെഡിക്കൽ ക്യാമ്പ് നടക്കുക ഈ മാസം 29-ന്. ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുർലോസ് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം പരവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ടൂർണമെന്റ് അടുത്ത മാസം 1-ന്. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലെയും കരട് വോട്ടർ പട്ടിക ചൊവ്വാഴ്ച താലൂക്ക് ഓഫീസുകളിൽ പ്രസിദ്ധപ്പെടുത്തും. പൊതുജനങ്ങൾക്ക് കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ ഈ മാസം 28 വരെ സമർപ്പിക്കാം. തൃശൂർ ജില്ലയിലെ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം. 40 വയസ്സിന് താഴെയുള്ള BHMS, TS, MC രജിസ്ട്രേഷൻ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. SRC കമ്മ്യൂണിറ്റി കോളേജ് അടുത്ത വർഷം ജനുവരി സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ആയുർവേദിക് പഞ്ചകർമ്മ അസിസ്റ്റന്റ് കോഴ്സിന് ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യത 12ാം ക്ലാസ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 31. കാഞ്ഞങ്ങാട് നഗരസഭാ കേരളോത്സവം ഡിസംബർ 1 മുതൽ. ഡിസംബർ 1-ന് ഞായറാഴ്ച രാവിലെ 9-ന് കാർത്തിക നിത്യാനന്ദ കലാകേന്ദ്രം ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്യും. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. PSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അഭിമുഖം നാളെ രാവിലെ 10:30-ന് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. ദേശീയ വാർത്തകൾ. തമിഴ്നാട്ടിൽ മഴ കനക്കുന്നു. ചെന്നൈ അടക്കം 16 ജില്ലകളിലും പുതുച്ചേരിയിലും കാരയ്ക്കലിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മയിലാടുതുറ അടക്കമുള്ള മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമാണ്. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. ഇംഫാൽ ഉൾപ്പെടെയുള്ള 6 ജില്ലകളാണ് നിരോധനം. അതിനിടെ കാങ്പോങ് പി ജില്ലയിൽ പോപ്പി കൃഷി നശിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമികൾ തടഞ്ഞു. ബംഗ്ലാദേശിലെ ഹൈന്ദവ ആത്മീയ നേതാവും ഇസ്കോൺ മേധാവിയുമായ ചിന്മോയി കൃഷ്ണദാസിനെ ധാക്ക പോലീസ് കസ്റ്റഡിയിലെടുത്തായി റിപ്പോർട്ട്. അറസ്റ്റിന്റെ കാരണം പുറത്തുവിട്ടിട്ടില്ല. സംഭവത്തിൽ ഇസ്കോൺ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടു. RBI ഗവർണർ ശക്തികാന്ത ദാസിനെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉദരസംബന്ധമായ രോഗത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു. തമിഴ്നാട് തിരുവള്ളൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ മദ്യലഹരി യുവാക്കളുടെ അഴിഞ്ഞാട്ടം. യാത്രക്കാരെ പൈപ്പ് ഉപയോഗിച്ച് മർദ്ദിച്ചു. ഹിന്ദു കോളേജ് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യയിലേക്ക് അടുത്ത മാസം 8 മുതൽ 10 വരെയാണ് റഷ്യൻ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനം. ചണ്ഡീഗഡിലെ ക്ലബ്ബുകളിൽ സ്ഫോടനം. ബൈക്കിലെത്തിയവർ ക്ലബ്ബുകൾക്ക് നേരെ ക്രൂഡ് ബോംബ് എറിഞ്ഞെന്നാണ് വിവരം. രാജസ്ഥാൻ ഉദയ്പൂർ സിറ്റി പാലസിന് മുന്നിൽ സംഘർഷം. രാജകുടുംബത്തിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണം. മേവാർ മഹാറാണയായ BJP MLA വിശ്വരാജ് സിംഗ് മേവാർ സ്ഥാനാരോഹണം ചെയ്തതിന് പിന്നാലെയാണ് സംഘർഷം. രാജ്യാന്തര വാർത്തകൾ. ബംഗ്ലാദേശിൽ 24 മണിക്കൂറിലൂടെ 11 ഡെങ്കിപ്പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 459. വെടിനിർത്തൽ കരാർ ചർച്ചകൾ നടക്കുന്നതിനിടെ ലബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 36 പേർ കൊല്ലപ്പെട്ടു. 17 പേർക്ക് പരിക്കേറ്റു. തെക്കൻ കിഴക്കൻ ലബനനിലാണ് ആക്രമണങ്ങൾ നടന്നത്.
ഈജിപ്തിലെ മാർസ ആലമിൽ സഫാരി ബോട്ട് മുങ്ങിയ അപകടം. വിനോദസഞ്ചാരികളും ജീവനക്കാരും അടക്കം 17 പേരെ കാണാതായതായി ഈജിപ്ഷ്യൻ സർക്കാർ. 45 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. യാത്രക്കിടെ ടെക്സസിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ യാത്രക്കാരൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. കനേഡിയൻ പൗരൻ അറസ്റ്റിലായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ച അധികൃതർ. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മേൽ അധിക നികുതി ചുമത്തുമെന്ന് അറിയിച്ച് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെക്സിക്കോയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്തുമെന്നാണ് ട്രംപ്. ചൈനയിൽ നിന്നുള്ള വസ്തുക്കൾക്ക് 10% അധിക നികുതിയാവും ട്രംപ് ചുമത്തുക. ഉപതെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയം യുകെയിൽ ആഘോഷമാക്കി OICC. യുകെയിലെ മാഞ്ചസ്റ്ററിലും ബാസിൽട്ടണിലുമായി നടന്ന ആഘോഷ പരിപാടികൾക്കും മധുരവിതരണത്തിനും നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ്, ഫിലിപ്പ് കെ ജോൺ, റോമി കുര്യാക്കോസ്, ബേബി ലൂക്കോസ് എന്നിവർ നേതൃത്വം നൽകി. റഷ്യയിൽ നിന്നുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരുന്നതിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ജർമ്മനി. ഇതിനായി പല കെട്ടിടങ്ങളും ബങ്കറുകളാക്കി മാറ്റി. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. ട്രംപിനെതിരായ 2 സുപ്രധാന കേസുകൾ റദ്ദാക്കി. 2020 US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച കേസും ഗവൺമെന്റ് രഹസ്യരേഖകൾ കൈവശം വെച്ചെന്ന കേസുമാണ് പിൻവലിക്കുന്നത്. കനത്ത മഴയിൽ ഗസയിൽ വെള്ളപ്പൊക്കം. അഭയാർത്ഥികൾ പ്ലാസ്റ്റിക്കും തുണിയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ 10,000-ലേറെ കൂടാരങ്ങൾ ഒലിച്ചുപോയി. കക്കൂസ് മാലിന്യം കലർന്ന വെള്ളപ്പൊക്കത്തിലൂടെ കടുത്ത ശൈത്യത്തിലും 5 ലക്ഷത്തോളം പലസ്തീനികൾ അതീവ ദുരിതാവസ്ഥയിലാണ്. 100 ന്യൂസ് തുടരുന്നു. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞു. പവന് 960 രൂപ ഇടിഞ്ഞ് 56,640 രൂപയിലും ഗ്രാമിന് 120 രൂപ താഴ്ന്ന് 7,080 രൂപയിലുമാണ് ഇന്നത്തെ വ്യാപാരം. ഐസ്ക്രീം ബിസിനസ് പ്രത്യേക കമ്പനിയാക്കി മാറ്റാൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രാരംഭാനുമതി നൽകി. US-ഉം ചൈനയും വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൽ ആരും വിജയം കാണില്ലെന്ന് വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി. എല്ലാ ചൈനീസ് ഇറക്കുമതികൾക്കും 10% അധിക ചുങ്കം ചുമത്തുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. വീണ്ടും ഇടിഞ്ഞ അദാനി ഓഹരികൾ. സെൻസെക്സിൽ അദാനി ഗ്രീൻ എനർജി 6.57%, അദാനി എനർജി 4%, അദാനി പവർ, അദാനി എന്റർപ്രൈസ് 3.26%, 2.15% ഇടിഞ്ഞു. പാൻ കാർഡുകൾക്ക് QR കോഡ് നിർബന്ധമാക്കും. നിയമങ്ങളിൽ പ്രധാന മാറ്റങ്ങളുമായി സർക്കാർ. നികുതിദായകർക്ക് മെച്ചപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങൾ നൽകുക എന്നതാണ് ലക്ഷ്യം. യൂറോപ്യൻ സഞ്ചാരികൾക്ക് സന്തോഷ വാർത്ത. ബൾഗേറിയയും റൊമാനിയയും യൂറോപ്യൻ യൂണിയന്റെ ഷെങ്കൻ വിസ സമ്പ്രദായത്തിലേക്ക്. 100 ന്യൂസ് പൂർണ്ണമാകുന്നു.